ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം, അതായത് 2024 ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജെഇയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വി ഷൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ നമുക്ക് ഇന്നൊരു ഫിഗറൊക്കെ തന്നിട്ട് ഇതിൻ്റെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് m1/m2ൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ഫോഴ്സുകൾ അടയാളപ്പെടുത്തുക. m2ൻ്റെ മേലുള്ള ഫോഴ്സ് എന്താ? ഇതിൻ്റെ വെയിറ്റ് ആയിട്ടുള്ള m2g. m1ൻ്റെ മേലുള്ള ഫോഴ്സ് ഇതിൻ്റെ വെയിറ്റ് ആയിട്ടുള്ള m1g. ഇനി ഇതൊരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിലുള്ള ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ടെൻഷൻ. ടെൻഷൻ എങ്ങനെയാണ് സാർ മാർക്ക് ചെയ്യുക? ശ്രദ്ധിക്കാം, നിങ്ങളിങ്ങനെ ആലോചിക്കുക. നമ്മളൊരു കാറിൻ്റെ മേലെ കയറ് കെട്ടിയിട്ട് കാറിനെ വലിക്കുകയാണ്. അപ്പോൾ ടെൻഷൻ എങ്ങനെയായിരിക്കും? കാറിനെ വലിക്കുന്ന ഡയറക്ഷൻ, കാറിനെ പുള്ള് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും ടെൻഷൻ. യെസ് ഓർ നോ? യെസ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ബ്ലോക്കിനെ വലിക്കുന്ന ഡയറക്ഷൻ, അതായത് മുകളിലേക്കാണ് ടെൻഷൻ മാർക്ക് ചെയ്യുക. ഇനി ഇതിലെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ ഒരു ബ്ലോക്കിനെ വലിക്കുന്ന ഡയറക്ഷൻ, മുകളിലേക്ക് ടെൻഷൻ മാർക്ക് ചെയ്യാം. എന്നാണ് സാർ രണ്ടും ടി ആയിട്ട് എടുത്തത്? കാരണം സെയിം സ്ട്രിങ് ആയതുകൊണ്ട് ടെൻഷൻ സെയിം ആയിരിക്കും. സ്ട്രിങ് മാറുമ്പോഴേ ടെൻഷൻ മാറുള്ളൂ. ക്ലിയർ? ഇവിടെ സ്ട്രിങ് സെയിം, സോ ടെൻഷൻ സെയിം. ഓക്കെ, ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്തായിട്ട് നോക്കേണ്ടത് ഇവരുടെ ആക്സലറേഷൻ എങ്ങനെയാണെന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് m2 താഴത്തേക്ക് വരുമ്പോൾ m1 മുകളിലേക്ക് പോകും. m2 എത്ര താഴത്തേക്ക് വന്നോ അത്രയും തന്നെ m1 മുകളിലേക്ക് പോകും. യെസ് ഓർ നോ? അതായത് m2ൻ്റെ ആക്സലറേഷനും m1ൻ്റെ ആക്സലറേഷനും സെയിം ആയിരിക്കും. m2ൻ്റെ ആക്സലറേഷനും m1ൻ്റെ ആക്സലറേഷനും സെയിം ആയിരിക്കും. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസിൽ ആക്സലറേഷൻ രണ്ടുപേരുടെയും സെയിം ആണെങ്കിൽ നിങ്ങൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഡയറക്റ്റ് ആയിട്ട് എഫ് നെറ്റ് ഈക്വൽ ടു എം എ എന്ന് എഴുതാം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതാം. ഇനി ഈ എഫ് നെറ്റ് എന്താണ് സാർ? എഫ് നെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഫോഴ്സ് മൈനസ് സ്റ്റോപ്പിംഗ് ഫോഴ്സ്, അതാണ് നമ്മുടെ എഫ് നെറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇനി ഡ്രൈവിംഗ് ഫോഴ്സ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? എടാ, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ്റെ ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ സ്റ്റോപ്പിംഗ് ഫോഴ്സോ? മോഷൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സാണ് എന്ത്? സ്റ്റോപ്പിംഗ് ഫോഴ്സ്. ക്ലിയർ? ഓക്കെ, സോ ഇതെന്ത് ചെയ്യടാ, ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പണി ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഇതിനെന്ത് ചെയ്യടാ, ഇങ്ങനെ നിവർത്തി വയ്ക്കുക. ഇതിനെ നമ്മൾ ട്രെയിൻ മെത്തേഡ് എന്നൊക്കെ പറയാനുണ്ട്. ഓക്കെ, നിവർത്തി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ നിവർത്തുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്തുമ്പോൾ m1 ഇവിടെ വന്നു, അതിൻ്റെ മേലുള്ള ഫോഴ്സ് എത്രയാടാ? m1g. ഇനി m2 ഇപ്പുറത്ത് വന്നു, m2ൻ്റെ മേലുള്ള ഫോഴ്സ് എന്തായിരുന്നു? m2g. ക്ലിയർ? ശരി, ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ മോഷൻ എങ്ങോട്ടേക്ക് ആയിരിക്കും? ഇത് താഴത്തേക്ക് വരും അല്ലേ? യെസ് ഓർ നോ? മോഷൻ്റെ ഡയറക്ഷൻ ഇതാണല്ലേ, അതായത് m2gയുടെ ഡയറക്ഷനാണ് മോഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് മോഷൻ്റെ ഡയറക്ഷൻ. ഇതെങ്ങോട്ടേക്കാണ് സാർ? അപ്പോൾ ഇത് മോഷന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ്, അതേതാണ് സാർ? m2g. മൈനസ് സ്റ്റോപ്പിംഗ് ഫോഴ്സ് ഏതാണ് സാർ? മോഷൻ ഓപ്പോസിറ്റ് ഉള്ളത്, അതെന്താ? m1g. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ എഫ് നെറ്റ് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് എത്ര? m1 plus m2 ഇൻറ്റു ആക്സലറേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് g/8. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റേഷ്യോ കണ്ടുപിടിക്കാം. സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു m2g മൈനസ് m1g ഈക്വൽ ടു, നമുക്കിന്നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m1g/8 പ്ലസ് m2g/8. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇതിനപ്പുറത്തേക്ക് എടുക്കാം, ഇതിനിപ്പുറത്തേക്ക് എടുക്കാം. യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? m2g, ഇതിങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് m2g/8 ഈക്വൽ ടു, ഇവിടെ m1g/8 ഉണ്ട്, ഇതപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് m1g അല്ലേ. സോ ഇവിടെ m2g കോമൺ ആണ്, m2gനെ പുറത്തെടുത്തു, അകത്ത് 1 - 1/8 ഉണ്ട്. ഇവിടെ m1g കോമൺ ആണ്, അകത്തുനിന്നുണ്ട് 1/8 + 1 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നോക്കടാ, ഇവിടെ g ക്യാൻസൽ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. m2 ഇൻറ്റു ഇത് എത്രയാണ് കിട്ടുക? 8 - 1
7/8 അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു ഇവിടെ 8+1 9/8 എന്ന് കിട്ടും അല്ലേ. ശരി, ഇതിൽ നിങ്ങൾ പറയും ഇതിൽ 8 ക്യാൻസലായി, ബാക്കി M1 ഡിവൈഡഡ് ബൈ M2. M1 ഡിവൈഡ് ബൈ M2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 7/9. യെസ് ഓർ നോ? M2നെ അപ്പുറത്തി കൊണ്ടുപോയി M1/M2 ഈക്വൽ ടു 9 ഇപ്പുറത്തി കൊണ്ടുവന്നാൽ 7/9. യെസ് ഓർ നോ? 7/9. സോ M1/M2 എന്തായിരിക്കും? 7 ഡിവൈഡഡ് ബൈ 9. ഇതായിരിക്കും റേഷ്യോ. ക്ലിയർ? ഓക്കെ. കാൽക്കുലേഷൻ ഒക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നൗ യു ഷാൽ ഗോ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, ഇതേ കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. യെസ്, ശ്രദ്ധിക്കാം. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സാർ? നമ്മൾ ആദ്യം അവിടെയുള്ള എല്ലാ ഫോഴ്സുകളും അടയാളപ്പെടുത്തണം അല്ലേ. ഇവിടെയുള്ള ഫോഴ്സ്, ഇതിൻ്റെ വെയിറ്റ് 6 × 10 അല്ലേ, 60 ന്യൂട്ടൺ അടയാളപ്പെടുത്തി. യെസ് ഓർ നോ? യെസ്, ഇതാണ് 6 × G എന്ന് എഴുതിയില്ലേ, 6G. യെസ്, അത് ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കുക കേട്ടോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ 60 ന്യൂട്ടൺ എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതൊരു സ്ട്രിങ് ആണ് അല്ലെ. ഇവിടെ ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എന്താ? ഇതിനെ പുള്ള് ചെയ്യുന്ന ഡയറക്ഷൻ, വലിക്കുന്ന ഡയറക്ഷനിൽ ടെൻഷൻ അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി ഇതേ നൂല് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ ഇതൊരു കാറ്, ഇതിനെ പുള്ള് ചെയ്യുന്ന ഡയറക്ഷനിൽ ടെൻഷൻ അടയാളപ്പെടുത്തി. ഓക്കെ, നമ്മുടെ വസ്തു ഏതാണോ, ബോഡി ഏതാണോ, അതിനെ പുള്ള് ചെയ്യുന്ന ഡയറക്ഷനിൽ ടെൻഷൻ അടയാളപ്പെടുത്തുക. ഇതിനെ പുള്ളി എന്ന് പറയുമ്പോൾ മുകളിലേക്ക്, ഇതിനെ പുള്ളി ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക്. ക്ലിയർ? ഓക്കെ സാർ, ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? സാർ, ഒരു ഫോഴ്സും കൂടി ഉണ്ട്. ഏതാണ്? ഇവിടെ ഒരു എന്താ പറയുക, സർഫസിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഇതൊരു റഫ് സർഫസ് ആണ്. കാർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, യെസ് ഈ വെയിറ്റ് കാരണം ഈ വണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫ്രിക്ഷൻ പറയും അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ടേക്ക് വരൂ. യെസ് ഫ്രിക്ഷൻ ഒപ്പോസസ് മോഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ μ × N ആയിരിക്കും. മ്യൂവിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 0.04. എന്നിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കാം, ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? mgയോട് ഈക്വൽ ആയിരിക്കും അല്ലേ. ഞാനിവിടെ വരയ്ക്കട്ടെ. നമ്മുടെ ഒരു കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്താ പറയുക, മാസ് 20 kg. അതിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും? 20 × 10, അതായത് 200 ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ഇത് റോഡ് പൊളിച്ച് താഴത്തേക്ക് പോകുന്നുണ്ടോ? വെയിറ്റ് പിടിച്ച് വലിക്കുമ്പോൾ താഴത്തേക്ക് വീഴുന്നുണ്ടോ? ഇല്ല. റോഡ് പൊളിച്ച് താഴത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം ഇവിടെ വെയിറ്റിന് ആര് ബാലൻസ് ചെയ്യും? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ ബാലൻസ് ചെയ്യും. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വെയിറ്റിനോട് ഈക്വൽ ആണ്. ക്ലിയർ? ഹൊറിസോണ്ടൽ റോട്ടിലൊക്കെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സിൻ്റെ വാല്യൂ വെയിറ്റ് ആയിട്ടുള്ള 200നോട് ഈക്വൽ ആണ് അല്ലേ. സോ നമുക്കിവിടെ ഫ്രിക്ഷൻ്റെ വാല്യൂ എത്ര കിട്ടുക? ഫ്രിക്ഷൻ്റെ വാല്യൂ 8 ന്യൂട്ടൺ എന്ന് കിട്ടും. ശരിയല്ലേ? 8 പിന്നെ 2 0. യെസ്, 8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ബ്ലോക്ക് എത്ര താഴ്ത്തി വരും അത്രയും തന്നെ വണ്ടി അങ്ങോട്ടേക്ക് നീങ്ങും. രണ്ടുപേരുടെ ആക്സലറേഷൻ സെയിം ആണ്. ആക്സലറേഷൻ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഈ ഇക്വേഷൻ എഴുതാം. എഫ് നെറ്റ് ഈക്വൽ ടു ma. എഫ് നെറ്റ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഡ്രൈവിംഗ് ഫോഴ്സ് മൈനസ് സ്റ്റോപ്പിംഗ് ഫോഴ്സ്. ഇവിടെ മോഷൻ എങ്ങോട്ടേക്കാണ് സാർ? മോഷൻ ഇങ്ങോട്ടേക്കാണ് സാർ. മോഷൻ ഇങ്ങോട്ടേക്കല്ലേ. മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതാ? മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് നിങ്ങൾക്ക് നേരത്തെ പോലെ ഇത് വേണമെങ്കിൽ നിവർത്തി വയ്ക്കാം, ഇങ്ങനെ നിവർത്തി വയ്ക്കാം. അപ്പോൾ മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതാ? 60 ന്യൂട്ടൺ. 60 മൈനസ് സ്റ്റോപ്പിംഗ് ഫോഴ്സ്. മോഷൻ ഒപ്പോസ് ചെയ്യുന്നത് ആരാണ് സാർ? മോഷൻ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു 8 ഈക്വൽ ടു ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്ര? 20 6 26 ഇൻറ്റു ആക്സലറേഷൻ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 60 - 8 52 ഈക്വൽ ടു 26 ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ ഈക്വൽ ടു 52/26 വിച്ച് ഇസ് ഈക്വൽ ടു 2 m/s². ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. Now we shall go for the next question. ശ്രദ്ധിക്കാം, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്ലിയർ? യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിക്കാം.
അത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, നമുക്ക് ആദ്യം 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫോഴ്സുകളെ കയ്യിൽ അടയാളപ്പെടുത്തണം. ഇതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഈ ടെൻഷനാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം, നമുക്ക് ഇതിലെ ഫോഴ്സ് ടെൻഷനുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നൂല് മാറിയോണ്ടാണ് ടെൻഷൻ മാറിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടലായിട്ടുള്ള ഫോഴ്സ്, താഴ്ത്തി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ് ആക്ട് ചെയ്യും അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ എല്ലാ മാസവും കൂടെ കൂട്ടുക. 10 + 6 16 + 4 20. അപ്പോൾ 20 G, അതായത് ജിയുടെ വാല്യൂ 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 ന്യൂട്ടൺ ഫോഴ്സ് താഴ്ത്തിക്ക് ആക്ട് ചെയ്യും. യെസ് ഓർ നോ? ഇവിടെ താഴ്ത്തിക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? 200 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മളിവിടെ പിടിച്ചു വലിക്കുന്ന ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പിടിച്ചു വലിക്കുന്ന ആക്സലറേഷൻ എത്രയാണ്? 2 m/s² നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ ഈ നൂല് നീങ്ങുന്ന ആക്സലറേഷൻ 2 m/s². അപ്പോൾ ഈ നൂല് നീങ്ങുന്ന അതേ ആക്സലറേഷനിലല്ല ഇത് നീങ്ങുക. യെസ് ഓർ നോ? ഇവിടെ ഇത് നമ്മൾ എത്ര ആക്സലറേഷനിൽ പിടിച്ചു വലിക്കുമോ അത്ര ആക്സലറേഷനിൽ ഇത് നീങ്ങും അല്ലേ? അതായത് ഇവിടെ ആക്സലറേഷൻ എന്താടാ? സെയിം ആണ്. ആക്സലറേഷൻ സെയിം ആകുമ്പോൾ നമ്മൾ സിംപ്ലി ഈ ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ് സാർ എഴുതുക? ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ്, മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതാ? ശ്രദ്ധിക്കാം, ഇത്രയും മാസുകളെ മുകളിലേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഏതാ? ഈ ടെൻഷനാണ്. ഈ ഒരു നൂലിലെ ടെൻഷനാണ്. വേറെ എന്തെങ്കിലും ഇവിടെ വല്ല ബ്ലോക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ഇടായിരുന്നു. ഇവിടെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അതിനർത്ഥം എന്താ? ഇവരെ മൊത്തം പിടിച്ചു വലിക്കുന്നത് ഇതിലെ ടെൻഷനാണ്. ഡ്രൈവിംഗ് ഫോഴ്സ് ഏതാ? ടെൻഷനാണ്. നിങ്ങൾക്കാണെങ്കിൽ നിവർത്തി വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ മോഷൻ ഇങ്ങോട്ടേക്ക് അല്ലേ? അപ്പോൾ മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതാ? ടെൻഷനാണ്. അതായത് നമ്മുടെ T1, അതിൻ്റെ വാല്യൂ ആണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. T1 ആണ് ഡ്രൈവിംഗ് ഫോഴ്സ്. മൈനസ് സ്റ്റോപ്പ് ചെയ്യണ ഫോഴ്സ് ഏതാ? നിവർത്തി വെച്ച് നോക്കാം. ഇങ്ങനെ നിവർത്തി വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടെൻഷൻ, ഇങ്ങോട്ടേക്ക് ഏതായിരിക്കും? 200 ന്യൂട്ടൺ. ഓക്കെ, -200 ന്യൂട്ടൺ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് എത്രയാണ്? ടോട്ടൽ മാസ് ഇൻറ്റു ആക്സലേഷൻ എഴുതണം. ടോട്ടൽ മാസ് എത്രയാണ്? 10 + 20 ഇൻറ്റു ആക്സലേഷൻ എത്രയാണ് തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട് അല്ലേ? സോ ടെൻഷൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് എത്രയാ? 40. അപ്പുറത്ത് പോകുമ്പോൾ 240. സിമ്പിൾ ക്വസ്റ്റ്യൻ. ടെൻഷൻ എത്ര ആയിരിക്കടാ? T1ൻ്റെ വാല്യൂ 240. ക്ലിയർ? ഓക്കെ, നൗ വി ഷാൾ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് 6 കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കാം, 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് T1 T2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആക്സലറേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ശ്രദ്ധിക്കാം, നോക്കടാ, ഇതിനെ നമ്മൾ 80 ന്യൂട്ടണിൽ പിടിച്ചു വലിക്കുക. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? സെയിം ആക്സലറേഷനിലല്ലേ നീങ്ങുക? യെസ് ഓർ നോ? എല്ലാവരും ഒരേ ആക്സലറേഷനിലാണ് നീങ്ങുക. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഴയ ഇക്വേഷൻ ഉപയോഗിക്കുക. F_net = ma ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ? ആക്സലറേഷൻ സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുള്ളൂ. ക്ലിയർ? യെസ്, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം, നമുക്കിവിടെ ടെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഒരു നൂലിൽ ടെൻഷൻ T1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും T1 ടെൻഷൻ. ഇനിയിപ്പോൾ ഈ ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോഴോ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും T1 ടെൻഷൻ. സെയിം നൂലായതുകൊണ്ട് T1 ആണ് ടെൻഷൻ. ഓക്കെ, ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പുൾ ചെയ്യും, 3 kg ഇങ്ങോട്ടേക്ക് പുൾ ചെയ്യും. ക്ലിയർ? ഇനി T2 ഈ നൂലിലെ ടെൻഷനാണ്. ഈ ബ്ലോക്കിനെ അങ്ങോട്ടേക്ക് പുൾ ചെയ്യും, ഈ ബ്ലോക്കിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് T1 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം, T1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കാം, T1 കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്രയും ഭാഗം കൺസിഡർ ചെയ്താൽ മതി. ഇത്രയും ഭാഗം ഈ T1 ഉള്ള ഇത്രയും ഭാഗം കൺസിഡർ ചെയ്യാം. ഇത്രയും ഭാഗമില്ലേ, ഇത്രയും ഭാഗം നിങ്ങൾ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? T1 കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ മാസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്ടൻ്റെ സെക്കൻഡിൽ എഴുതാം. ഈ മാസിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഏതാ? ഈ മാസിനെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഏതാ? പറ. ഈ മാസിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഏതാ? ടെൻഷൻ. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ മാസിനെ പിടിച്ചു വലിക്കുന്ന ഫോഴ്സ്, ഇതിൻ്റെ അടുത്ത് കാണുന്ന ഫോഴ്സ് മാത്രം എഴുതിയാൽ മതി. അപ്പുറത്തുള്ളതൊന്നും നോക്കണ്ട. ഇതിനടുത്ത് കാണുന്ന ഫോഴ്സ്, അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഏതാ? T1. ഡ്രൈവിംഗ് ഫോഴ്സ് T1 മൈനസ് ഇതിന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് ഉണ്ടോ?
ഇല്ല. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ എടുക്കായിരുന്നു. ഇവിടെ സ്മൂത്ത് സർഫസ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ഇല്ല. അത് സ്റ്റോപ്പിംഗ് ഫോഴ്സ് 0. സോ ഡ്രൈവിംഗ് ഫോഴ്സ് T1, അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത് T1, സ്റ്റോപ്പിംഗ് ഫോഴ്സ് 0 ഈക്വൽ ടു മാസ് എത്രയാ? ബോഡിയുടെ മാസ് 5 ഇൻറ്റു ആക്സലറേഷൻ എത്രയാ? ആക്സലറേഷൻ നമുക്കറിയില്ല. അപ്പോൾ ആക്സലറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ കംപ്ലീറ്റ് ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ആക്സലറേഷൻ ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇവിടെ എല്ലാവരുടെയും ആക്സലറേഷൻ സെയിം ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാവർക്കും വേണ്ടി ന്യൂട്ടൻ്റെ ലോ എഴുതുക. എല്ലാവർക്കും വേണ്ടി ന്യൂട്ടൻ ലോ എഴുതുമ്പോൾ എഫ് നെറ്റ് ഈക്വൽ ടു എം എ. വോൾ സിസ്റ്റത്തിന് വേണ്ടി എഴുതുക കേട്ടോ. വോൾ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാവരുടെയും ആക്സലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ എഫ് നെറ്റ് ഈക്വൽ ടു എം എ. ടോട്ടൽ ഫോഴ്സ് എത്ര? അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ടോട്ടൽ ഫോഴ്സ് 80. ഇങ്ങോട്ടേക്ക് വല്ല ഫോഴ്സ് ആക്ട് ചെയ്യണ്ടോ? ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് ഇല്ല. സോ 80 ഈക്വൽ ടു ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 10 ഇൻറ്റു എ. അപ്പോൾ ഇതിന് എ എത്ര ആയിരിക്കും? 8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും എല്ലാവരുടെയും ആക്സലറേഷൻ. 8 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ആക്സലറേഷൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ T1ൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടൂടാ? 40 എന്ന് കിട്ടും. ക്ലിയർ? T1ൻ്റെ വാല്യൂ 40. T1 കിട്ടി, 40 എന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് T2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? T2 വരുന്ന ഭാഗം എടുക്കുക. ഒന്നീ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് T2 വരുന്നൊരു ഭാഗം എടുക്കുക. T2 ഇൻവോൾവ് ആയിട്ടുള്ള ഭാഗം എടുക്കുക. ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഭാഗം എടുത്ത് കാണിച്ചിട്ടത്. ഈ ഒരു ഭാഗം എടുക്കാം. ഓക്കെ, ക്ലിയർ? ഇത് T2 ആണ്. ഈ ഒരു ഭാഗം എടുക്കാം. ഓക്കെ, അവിടെ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് വേണ്ടി മാത്രം കേട്ടോ, 2 kg വേണ്ടി മാത്രം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അപ്പോൾ 2 kg അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ്, ഡ്രൈവിംഗ് ഫോഴ്സ് ഏതാ? മോഷൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് ഏതാ? 80 ന്യൂട്ടൺ. യെസ് ഓർ നോ? 2 kg അങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ആരാ? 80 ന്യൂട്ടൺ. അങ്ങോട്ടേക്ക് പോകേണ്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നത് ആരാ? അവിടുത്തെ ടെൻഷൻ T2. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് 80 മൈനസ് സ്റ്റോപ്പിംഗ് ഫോഴ്സ് T2 ഈക്വൽ ടു ബോഡിയുടെ മാസ് എത്രയാ? 2. ഈ ബ്ലോക്കിന് വേണ്ടി ബോഡിയുടെ മാസ് 2 ഇൻറ്റു ആക്സലറേഷൻ 8. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് T2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T2 ഇസ് ഈക്വൽ ടു 80 മൈനസ് ഇത് പുറത്ത് വരുമ്പോൾ 80 മൈനസ് 16, അതായത് 64 ആയിരിക്കും നമ്മുടെ T2ൻ്റെ വാല്യൂ. ഓക്കെ, സോ ദിസ് ഈസ് 64 ന്യൂട്ടൺ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ഇനി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, ശരി. നമുക്ക് ആദ്യം 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ആദ്യം 5ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വാല്യൂ ഓഫ് എഫ് കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കയ്യിൽ ആദ്യം ഇങ്ങനെ ഒരു ബോഡി ഉണ്ടായിരുന്നു. ഇങ്ങനെ കിടക്കുന്നൊരു ബോഡി, ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നു ഈ ബോഡി. ഓക്കെ, ഈ ബോഡി ഇങ്ങനെ കിടക്കായിരുന്നു. ഇതിൻ്റെ മേലെന്ത് ചെയ്തു? ഈ വയറിൻ്റെ കൃത്യം സെൻറ്ററിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇതെന്തായിട്ട് മാറി? ഇങ്ങനെയായിട്ട് മാറി. അത് മനസ്സിലാവുണ്ടോ? ഇങ്ങനെ കിടക്കുന്ന ബോഡി ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? ഈ രീതിയിലായിട്ട് മാറി. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ട് ചെയ്തപ്പോൾ ഈ വയറും വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോഴ്സ് കണ്ടുപിടിക്കണം. ശരി. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പോയിന്റിൽ ടെൻഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിനെ പുൾ ചെയ്യുന്ന ഡയറക്ഷനിൽ ഇതായിരിക്കും ടെൻഷൻ അല്ലേ? ഈ ടെൻഷൻ്റെ 2 കമ്പോണൻസ്, ഒന്ന് 40, ഈ കമ്പോണൻ്റ് അതായിരിക്കും T ഇൻറ്റു cos 45. cos 45ൻ്റെ വാല്യൂ √2. ഈ കമ്പോണൻ്റ് എന്തായിരിക്കും? T ഇൻറ്റു sin 45. sin 45ൻ്റെ വാല്യൂ √2. ഇനിയിപ്പോൾ അനങ്ങാതെ നിൽക്കുകയാണ്. ഇത് അനങ്ങണില്ല. കണ്ടോ? ഈ ഫോഴ്സ് കാരണം, ഈ ഫോഴ്സ് മൂലം എന്ത് ചെയ്യുന്നില്ലടാ? അനങ്ങണില്ല. ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. കണ്ടോ? അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സുകൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഇത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ്. സെക്കൻഡ് ലോ നമ്മൾ എഫ് നെറ്റ് ഈക്വൽ ടു എം എന്ന് എഴുതിയില്ലേ? അതുപോലെ ഫസ്റ്റ് ലോ പറയുന്നത് ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സുകൾ സെയിം ആയിരിക്കും. അതല്ലെങ്കിൽ എഫ് നെറ്റ് ഈക്വൽ ടു 0. എഫ് നെറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സുകൾ സെയിം ആയിരിക്കും. റെസ്റ്റിൻ്റെ കണ്ടീഷൻ അതാണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റുള്ള ഫോഴ്സുകൾ സെയിം ആണെന്ന് എഴുതാം. ഇവിടെ എഫ്, അവിടെയുള്ള ഫോഴ്സ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് T/√2. ഇനി ഇവിടെ മുകളിലേക്ക് ആര് പിടിച്ചു വലിക്കുന്നുണ്ട്? T/√2. താഴത്തേക്ക് ആര് പിടിച്ചു വലിക്കുന്നുണ്ട്? ഇതിൻ്റെ വെയിറ്റ് ആയിട്ടുള്ള mg, 1 kg അല്ലേ? സോ 1 × 10 ന്യൂട്ടൺ താഴത്തേക്ക്. കണ്ടോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫിൻ്റെ വാല്യൂ.
നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദിച്ചത് എഫിൻ്റെ വാല്യൂ ആണ്. നമുക്ക് എഫിൻ്റെ വാല്യൂ t/√2 ആണ്. ഇനി ഈ റിലേഷനിൽ നിന്ന് t/√10 നമുക്ക് കിട്ടി. അതിനർത്ഥം എന്താ? എഫിൻ്റെ വാല്യൂ 10. സിമ്പിൾ ക്വസ്റ്റ്യൻ.